നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാം തികഞ്ഞ കൃത്യമായ രണ്ട് രാഷ്ട്രീയക്കാരാണ്, ഒന്ന് പ്രകാശ് രാജും കമലഹാസനും. അവർ എല്ലാത്തിനെയും കുറിച്ച് അഭിപ്രായം പറയും. പക്ഷേ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. രണ്ടുപേരും ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ അതൊന്ന് ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ എല്ലാം അറിഞ്ഞ കമലഹാസൻ കർണാടകയുടെ ഭാഷയെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെതിരെ കർണാടകയിൽ വലിയ പ്രക്ഷോഭങ്ങളുടെ തുടക്കമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ കമലഹാസനും പ്രകാശ് രാജും ദന്തഗോപുരങ്ങളിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെയാണ് പ്രധാനം. അതെന്തും ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഈ പൊതുസമൂഹത്തിന് നേർക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു അല്ലെ. എന്നിട്ട് രണ്ടുപേരും മത്സരിക്കാൻ ഇറങ്ങി, എന്നിട്ട് രണ്ടിനെ ദയനീയമായി തന്നെ പരാജയപ്പെട്ടു. കാരണം പ്രകാശ് രാജ് അറിയാമല്ലോ, കിട്ടിവെച്ച കാശേ കിട്ടിയിട്ടില്ല. ഈ കമലഹാസനാണെങ്കിൽ BJP-യോടാണ് പരാജയപ്പെട്ടത്. അതായത് BJP-യെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ നടന്ന സംഭവം എന്താണെന്നും കൂടി നമ്മൾ നോക്കണം. ഈ കമലഹാസൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ്. അതിന് ഈ ദ്രാവിഡ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് കമലഹാസൻ. നമുക്കറിയാം, ഈ കരുണാനിധി പക്ഷത്ത് നിന്നുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ പിന്നാക്ക ജാതികളെ കയ്യിലെടുത്ത് മുന്നാക്ക കലഹം, ഒരു സംഘർഷം സൃഷ്ടിച്ച് അതിൽ നിന്ന് എപ്പോഴും മുതലെടുപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ് DMKയ്ക്കും കരുണാനിധിക്കും ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് DMK ഇപ്പോഴും പിന്തുടരുന്നത്. അതിൻ്റെ പങ്ക് പറ്റാനാണ് വാസ്തവത്തിൽ കമലഹാസൻ്റെ നീക്കം. അതിന് തമിഴ് ഭാഷ, ഈ തമിഴ് പാരമ്പര്യം, തമിഴ് ചരിത്രം, തമിഴൻ എന്നുള്ള ആ ഐക്കൺ, ആ ഒരു ഇത്തരം പ്രചാരണങ്ങൾ അതൊരു പ്രൊപ്പഗാൻഡയാക്കി മാറ്റുക, അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുക, ഇതാണ് DMKയും കരുണാനിധിയും MK സ്റ്റാലിനും ഒക്കെ ചെയ്യുന്നത്. അത് തന്നെയാണ് കമലഹാസനും പിന്തുടരുന്നത്. കുറച്ചുകൂടെ തീവ്രമായി മൂർച്ച കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് കമലഹാസൻ. BJP-യോട് ഏറ്റ പരാജയമൊക്കെ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവരോടും കളിക്കുന്നത് പോലെ കന്നഡിഗരോട് കളിക്കാൻ പോയി. കർണാടകയിൽ ചെന്നിട്ട് കമലഹാസൻ്റെ പുതിയ സിനിമ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട്, അതിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് കമലഹാസൻ അവിടെ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് വലിയ വാഴ്ത്തുപാട്ടുകളൊക്കെ നടത്തി, കന്നഡയെക്കുറിച്ചും കർണാടകയെക്കുറിച്ചും ഒക്കെ. എന്നിട്ട് പറഞ്ഞു വന്നപ്പോൾ ഈ ആവേശം കൂടിയിട്ട് കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണ്, തമിഴിൻ്റെ കുഞ്ഞാണ് കന്നഡ എന്ന് ഒരു പരാമർശം നടത്തി. അതവിടെ വലിയ പ്രതിഷേധത്തിന് കാരണമായി. കന്നഡിഗർ ഭാഷ, ജലം, ഭൂമി, ഈ 3 കാര്യങ്ങളിലും ഒരു വിധത്തിലുമുള്ള കോംപ്രമൈസ് ചെയ്യാത്ത ആൾക്കാരാണ്. നമുക്കറിയാം, കാവേരി നദീജല പ്രശ്നമൊക്കെ എത്ര രൂക്ഷമായിരുന്നു. അന്ന് തമിഴ്നാടും കർണാടകയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നു. തമിഴരുടെ സ്ഥാപനങ്ങൾ, അവിടെ കലാപമുണ്ടായി. ബാംഗ്ലൂരിലും മറ്റും തമിഴരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, തമിഴ് ബസ്സുകൾ ആക്രമിക്കപ്പെട്ടു. അതുപോലെ തന്നെ തിരിച്ച് തമിഴ്നാട്ടിലും ഈ കന്നഡിഗരുടെ സ്ഥാപനങ്ങൾ ആക്രമിച്ചു, കന്നഡക്കാരുടെ ബസ്സുകൾ ആക്രമിച്ചു, കർണാടകയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആക്രമിച്ചു. ഇങ്ങനെ വലിയ തോതിൽ രണ്ടുപേരും ബന്ധമൊക്കെ നടത്തി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. രണ്ട് സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. അവർ കർണാടകയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കന്നഡയ്ക്ക് വേണ്ടി, കന്നഡിഗർക്ക് വേണ്ടി അടിയുറച്ച നിലപാടെടുത്തപ്പോൾ ഇപ്പുറത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ, പാർട്ടികളുടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും അവർക്ക് ബാധകമല്ല, പക്ഷെ എല്ലാവരും തമിഴരുടെ ഇതിനു വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നു, വലിയ കോലാഹലം ഉണ്ടാക്കി. അത് സമാധാനപരമായിട്ട് പരിഹരിക്കാൻ സാധിച്ചത് വാജ്പേയി സർക്കാരിനാണ്. ഇപ്പോൾ അന്ന് തൊട്ട് അവർ വളരെ വൈകാരികമായിട്ടാണ് അവർ ഭാഷയുടെ കാര്യത്തിൽ, ഭൂമിയുടെ കാര്യത്തിൽ, ജലത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. അപ്പോൾ കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണ് എന്നൊരു വാദം കമലഹാസൻ ഉന്നയിച്ചപ്പോൾ അത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. അവിടുത്തെ മന്ത്രി തന്നെ, അവിടുത്തെ കൾച്ചറൽ മിനിസ്റ്റർ, അദ്ദേഹം ശിവരാജ് എസ് തങ്കടി, ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. കമലഹാസൻ ഈ പരാമർശം പിൻവലിച്ചു മാപ്പ് പറയണം, 24 മണിക്കൂർ സമയം നൽകുകയാണ്. അതിനുള്ളിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, കമലഹാസൻ്റെ ഒരു സിനിമയും ഇനി കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്ന കർശനമായ ഒരു നിലപാട് കർണാടക സർക്കാർ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഈ കർണാടകയിൽ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട്.
അവരും ഇതിനെതിരെ രംഗത്ത് വന്നു. കമലഹാസൻ്റെ സിനിമകളെല്ലാം ഞങ്ങൾ ബഹിഷ്കരിക്കും, എല്ലാം ഉപരോധം ഏർപ്പെടുത്തും, സിനിമ ഇവിടെ പ്രദർശിപ്പിക്കില്ല എന്നൊരു വളരെ ശക്തമായ നിലപാട് അവരും എടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കമലഹാസൻ ഈ വലിയ തമിഴ് പ്രേമം കാണിക്കാൻ പോയി. മര്യാദയ്ക്ക് അവിടെ പോയി സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതെ അതെ, പിന്നെ നമ്മൾ ദ്രാവിഡരാണ്. അതെ, മലയാളിയെ സംബന്ധിച്ച് ഈ വികാരങ്ങളൊന്നും ഇല്ലാത്ത, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും മലയാളി ഒന്നാമതെന്നും കേരളം ഒന്നാമതെന്നും ഒക്കെ നമ്മളിങ്ങനെ പാടും. പക്ഷേ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിവസം പച്ചക്കറി ലോറികൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ, ഭക്ഷണ സാധനങ്ങൾ, അരി, പയറ്, ഉഴുന്ന് തുടങ്ങിയ വസ്തുക്കളുമായിട്ട് ലോറികൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കേരളം പട്ടിണി, 24 മണിക്കൂറിനുള്ളിൽ കേരളം പട്ടിണിയിലാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് മലയാളിക്ക് സ്വത്വബോധം വളരെ കുറവാണ്. ഞാൻ ആരാണ്, എൻ്റെ പാരമ്പര്യം എന്താണ്, ഞാൻ എവിടുന്ന് വന്നു, എൻ്റെ പൂർവികരാരായിരുന്നു, ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. അത് നമ്മൾ ബ്രിട്ടീഷുകാരൻ പാടിത്തന്നത് നമ്മൾ അതേപടി പഠിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതൊക്കെ വിഴുങ്ങി തമിഴൻ എന്ത് പറഞ്ഞാലും, തെലുങ്കൻ എന്ത് പറഞ്ഞാലും, കന്നഡികൻ എന്ത് പറഞ്ഞാലും, ഇംഗ്ലീഷുകാരൻ പറഞ്ഞാലും ഒന്നും നമുക്കൊരു ബാധകമേ അല്ല. നമ്മളെ ആർക്ക് വേണമെങ്കിലും അപമാനിക്കാം, എത്ര വേണമെങ്കിലും ചവിട്ടി തേക്കാം. നമ്മൾ വാഴ്ത്തുപാട്ട് നടത്തും, കേരളം ഒന്നാമത്, കേരളം ഒന്നാമത്. കേരളം എത്രാമതാണ് എന്നുള്ളത് ഈ സൂചികകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെയല്ല കന്നഡികർ. ഈ കർണാടകക്കാരും ആന്ധ്രക്കാരും ഒന്നും അങ്ങനെയല്ല. അവരുടെ ഭാഷയെ തൊട്ട് കളിച്ചാൽ, അവരുടെ സംസ്കാരത്തെ തൊട്ട് കളിച്ചാൽ, അവരുടെ ഭൂമിയെ തൊട്ട് കളിച്ചാൽ, അവരുടെ ജലത്തെ തൊട്ട് കളിച്ചാൽ ഒക്കെ അവർ വൈകാരികമായിട്ട് ഇടപെടും. അത് കന്നഡികരും ആന്ധ്രാക്കാരും തെലുങ്കരും മാത്രമല്ല, മറാഠികളും ബംഗാളികളും ബീഹാറികളും ഈ നോർത്ത് ഇന്ത്യൻ ബെൽറ്റ്, പശു ബെൽറ്റ് എന്ന് പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ മനുഷ്യരും ഒക്കെ അങ്ങനെയാണ്. അവർക്കൊക്കെ അവരുടെ ആ സ്വത്വം, അതിനെക്കുറിച്ച് അവർക്ക് വലിയ മതിപ്പാണ്. അവർ അഭിമാനം കൊള്ളുന്നവരാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മലയാളിയെ പോലെ സ്വത്വബോധമില്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും കമലഹാസൻ പിടിച്ചത് പുലിവാലാണ്. എത്രയും പെട്ടെന്ന് മാപ്പ് പറഞ്ഞ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കമലഹാസന്റെ സിനിമ അവിടെ പ്രദർശിപ്പിക്കില്ലെന്ന് മാത്രമല്ല, വലിയ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി. രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത്തരം പരാമർശങ്ങൾ നിരന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ, രാജ്യസഭയിൽ എത്തിയാൽ നമ്മൾ അതിനകത്തൊരു രാഷ്ട്രീയം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, തമിഴ്നാട് ഭരിക്കുന്നത് DMK ആണ്. രണ്ടുപേരും ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്, അതിലെ ഒരു പ്രബല കക്ഷിയാണ് DMK. നമ്മുടെ അഖിലേഷ് യാദവിനെ പോലെ ഇന്ത്യ മുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് MK സ്റ്റാലിൻ. പക്ഷേ ബംഗാളിലെ മമത ഇവരോടൊപ്പമുണ്ട്. എങ്കിലും മമത ഇന്ത്യ മുന്നണിയെ നിശിതമായിട്ട് വിമർശിക്കുകയും രാഹുൽ ഗാന്ധിയെ എടുത്തുകൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്റ്റാലിൻ അങ്ങനെയല്ല. സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയുമായിട്ട് അഭേദ്യമായ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരാളാണ് സ്റ്റാലിൻ. അങ്ങനെയുള്ള സ്റ്റാലിൻ ഇത്രയും ഉറച്ചു നിൽക്കുമ്പോൾ ആ സ്റ്റാലിൻ്റെ വോട്ട്, സ്റ്റാലിൻ കൊടുക്കുന്ന വോട്ട് കൊണ്ട് ജയിച്ചു വന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പതാക കൈമാറിയത് സ്റ്റാലിനാണ്. സ്റ്റാലിനാണ് കന്യാകുമാരിയിൽ വെച്ച്. അങ്ങനെയുള്ള സ്റ്റാലിൻ ഇവരോടൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ ആ സ്റ്റാലിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ചു വന്ന കമലഹാസൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? അതവർ അംഗീകരിക്കുമോ? രാജ്യസഭയിലേക്ക് ചെല്ലുന്ന കമലഹാസൻ അവിടെയും അതിനിശ്ചിതമായ വിമർശനം നേരിടേണ്ടി വരും. ഈ കർണാടകക്കാരൊന്നും അത്ര മോശമല്ല, അവർക്കും രാജ്യസഭയിൽ നല്ല അംഗബലമുണ്ട്. അവിടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ഒരുമിച്ച് നിൽക്കും. അവിടുത്തെ കോൺഗ്രസ്സുകാരും BJPക്കാരും ജനതാദളുകാരും എല്ലാം ഒരുമിച്ച് നിന്ന് കമലഹാസനെ ആക്രമിക്കും എന്നുള്ളതാണ് വാക്കുകൾ കൊണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം, അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു പേരുദോഷമുണ്ട്. അദ്ദേഹത്തെ കാണുന്നവർക്കെല്ലാം തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഒരു 2 ദിവസം മുൻപായിരുന്നു കമലഹാസൻ നമ്മുടെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. അതിന്റെ പവർ ആയിരിക്കും. അത് ആൾക്കാരുടെ വിശ്വാസമാണ്. അതൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് യുക്തിസഹമായ അഭിപ്രായങ്ങളൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ മാൻഡ്രേക്ക് എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തിന് ട്രോളന്മാർ ചാർത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ചിലയിടത്ത് സന്ദർശനത്തിന് പോയിട്ട് തിരിച്ചു വന്നു, അവിടെ ഭൂകമ്പമുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ട്രോളന്മാരെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നന്നായിട്ട് ട്രോളുന്നുണ്ട്. അതിനൊന്നും നമ്മുടെ മുഖ്യമന്ത്രി മറുപടി പറയാറുമില്ല. അദ്ദേഹം ഈ 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു, പ്രാവിനെ പറത്തി അദ്ദേഹം ആഘോഷം ഉദ്ഘാടനം ചെയ്തതാണ്. പക്ഷേ ആ പറന്നുയർന്ന പ്രാവ് അപ്പോൾ തന്നെ ചത്തു വീണു നിലത്തേക്ക്.
അത് പിന്നെ ഈ പറഞ്ഞ മാൻഡ്രക്കിൻ്റെ എഫക്റ്റാണ് എന്നും പറഞ്ഞാണ് ട്രോളന്മാർ അന്ന് തൊട്ട് ട്രോളുകയാണ്. ഇവിടെ ഇപ്പോൾ കമലഹാസൻ വന്നിട്ട് പോയപ്പോഴും ഈ ട്രോള് ഉണ്ടായിട്ടുണ്ട്. ഇനി കമലഹാസൻ ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ എന്ന ചോദ്യം ഒക്കെ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയ. കർണാടകയിൽ വിവാദം തുടങ്ങുന്നതേ ഉള്ളൂ. അതെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കർണാടകയിലെ വിവാദത്തിന് ചെറുതായിട്ട് കാണണ്ട. അവർ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യില്ല. അവിടെ അവർക്ക് രാഷ്ട്രീയ വ്യത്യാസം. കമലഹാസൻ അവർ ആവശ്യപ്പെടുന്നത് മാപ്പ് പറയണമെന്നാണ്. എനിക്കറിയാതെ അബദ്ധം പറ്റിപ്പോയി, ഞാൻ ക്ഷമിക്കണം, എനിക്കിതേക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്നതാണ് കമലഹാസൻ്റെ തടിക്കും നല്ലത്. അല്ലാത്ത പക്ഷം അത് കർണാടകക്കാരിൽ നിന്ന് വലിയ പരിക്കേൽക്കും. അദ്ദേഹത്തിൻ്റെ കരിയറിന്, അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഒക്കെ വലിയ പരിക്കേൽക്കും എന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.